80-90 കാലഘട്ടങ്ങളിൽ യുവാക്കളുടെ ഹരമായിരുന്നു സിൽക്ക് സ്മിത. ഗ്ലാമറസായി അഭിനയിച്ച് സൂപ്പർ താര പദവിയിലേക്ക് എത്തിയ സിൽക്കിനെ ഒന്ന് കാണാനും തൊടാനുമൊക്കെ ആഗ്രഹിച്ച് ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു കാത്തുനിന്നിരുന്നത്. വണ്ടിച്ചക്രം എന്ന സിനിമയിലൂടെയാണ് സിൽക്ക് സ്മിത അഭിനയ രംഗത്തേക്ക് എത്തിയത്. പിന്നീട് തെന്നിന്ത്യൻ സിനിമയിലെ ഗ്ലാമർ നായികയെ വളർന്നു. കണ്ണുകളിലെ വശ്യതയും ആരെയും മയക്കുന്ന രൂപഭാവങ്ങളുമൊക്കെ സിൽക്കിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കിയിരുന്നു. മാദകസുന്ദരിയായി സിനിമയിൽ തിളങ്ങിയിരുന്ന സിൽക്കിന് ഐറ്റം സോങ്ങുകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. സിൽക്ക് സൂപ്പർ സ്റ്റാർ പദവിയിൽ എത്തി നിൽക്കുമ്പോഴായിരുന്നു സിനിമാ പ്രേമികളെയും സിനിമാ ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ടുള്ള താരത്തിന്റെ ആത്മഹത്യ. 1996 36-ാമത്തെ വയസ്സിലായിരുന്നു സിൽക്കിന്റെ ആത്മഹത്യ. നടിയുടെ മരണം കൊലപാതകമാണെന്നും അവരെ ചതിച്ചതാണെന്നും തുടങ്ങി അക്കാലത്ത് വലിയ കോളിളക്കങ്ങൾ സംഭവിച്ചിരുന്നു. കടുത്ത വിഷാദത്തിലായിരുന്ന സിൽക്കിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടറുടെ മകനുമായി നടി ഇഷ്ടത്തിലായെന്നും ഈ ബന്ധം ഇഷ്ടപ്പെടാത്ത ഡോക്ടർ മകനെ എതിർത്തെന്നും ഇതിനെ തുടർന്നുള്ള പ്രണയനൈരാശ്യത്തിൽ സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തു എന്നുമാണ് കഥകൾ. സിൽക്ക് സ്മിത മരിച്ചിട്ട് 30 വർഷമാവാൻ പോവുകയാണ്. എന്നിട്ടും അവരുടെ ജീവിതവും മരണവും ഒക്കെ ഇന്നും വലിയ ചർച്ചയായി മാറുന്നു എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോഴും സിൽക്ക് സ്മിത അവസാനമായി പറയാൻ ശ്രമിച്ചത് എന്താണെന്നറിയാൻ ആരാധകർക്കും കൗതുകമുണ്ട്. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും പ്രചരിക്കുന്ന സിൽക്ക് സ്മിതയുടെ ആത്മഹത്യാക്കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം. ഒരു നടിയാവാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടുവെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. എന്നോട് ആരും സ്നേഹം കാണിച്ചില്ല. ബാബു മാത്രമാണ് എന്നോട് അല്പം സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളത്. എല്ലാവരും എന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്യുമായിരുന്നു. ജീവിതത്തിൽ എത്രയോ മോഹങ്ങൾ എനിക്കുണ്ട്. അവയൊക്കെ നിറവേറ്റണമെന്ന ആഗ്രഹവുമുണ്ട്. പക്ഷെ എവിടെ ചെന്നാലും എനിക്ക് സമാധാനമില്ല. ഓരോരുത്തരുടെയും പ്രവൃത്തികൾ എന്നെ മനസമാധാനം കേൾക്കുന്നതായിരുന്നു. അതുകൊണ്ടാകാം മരണം എന്നെ വശീകരിക്കുന്നു. എല്ലാവർക്കും ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയല്ലോ. ദൈവമേ, ഇതെന്തൊരു ന്യായമാണ്. ഞാൻ സമ്പാദിച്ച സ്വത്തിന്റെ പകുതിയും ബാബുവിന് കൊടുക്കണം. ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു, പ്രേമിച്ചു, ആത്മാർത്ഥമായി തന്നെ. അയാൾ എന്നെ ചതിക്കില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. എന്നാൽ അദ്ദേഹം എന്നെ വഞ്ചിച്ചു. ഈശ്വരനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായും ശിക്ഷ കൊടുക്കും. അയാൾ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ദിവസവും എന്നെ ഉപദ്രവിച്ചു. അവരവർ ചെയ്യുന്നത് ന്യായമാണെന്നാണ് അവരുടെ വിചാരം. ബാബുവും അക്കൂട്ടത്തിൽ തന്നെ. എന്റെ പക്കൽ നിന്ന് അദ്ദേഹം വാങ്ങിയ ആഭരണങ്ങൾ തിരിച്ചു തന്നില്ല. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈശ്വരൻ എന്നെ എന്തിനു സൃഷ്ടിച്ചു? രാമവും രാധാകൃഷ്ണനും എന്നെ ഏറെ പ്രലോഭിപ്പിച്ചു. ഞാൻ അവർക്ക് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ മരണത്തിലേക്ക് അവർ തള്ളിയിടുകയായിരുന്നു. എന്റെ ശരീരത്തെ ഉപയോഗിച്ചവർ ധാരാളം. എന്റെ അധ്വാനത്തെ മുതലെടുത്തവരും ധാരാളം. ബാബു ഒഴികെ മറ്റാർക്കും ഞാൻ നന്ദി പറയുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി ഒരാൾ എനിക്കൊരു ജീവിതം തരാമെന്ന് പറഞ്ഞു. ഞാൻ എന്തുമാത്രം ആ ജീവിതത്തിന് വേണ്ടി കൊതിച്ചു എന്നറിയാമോ? പക്ഷെ അതെല്ലാം വെറും വാക്ക് മാത്രമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തളർന്നുപോയി. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. ഈ കത്തെഴുതാൻ ഞാൻ ഏറെ പ്രയാസപ്പെട്ടു. ഞാൻ ഇഷ്ടപ്പെട്ടു വാങ്ങിയ ആഭരണങ്ങൾ പോലും എനിക്കില്ലാതായി. ഇനി അത് ആർക്കു ലഭിക്കാൻ പോകുന്നു എനിക്കറിഞ്ഞുകൂടാ എന്നുമാണ് സിൽക്കിന്റെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നത്. 1996 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച വെള്ളിനക്ഷത്രം മാഗസീനിലായിരുന്നു സിൽക്ക് സ്മിത തെലുങ്കിൽ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിന്റെ മലയാള വിവർത്തനം പുറത്തു വന്നത്.